ദൈവം ഒരു മനുഷ്യനെ വിടുവിക്കുന്നത് അവൻ്റെ കണ്ണ് തുറന്നാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാൻ ആത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കാം, ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നുപോയ മനുഷ്യനെയാണ്. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ പല വീടുകളിൽ വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട്. സ്തോത്രം. അന്നൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കരയുമ്പോൾ ദൈവം ചില ദയ തോന്നി ചില വഴികൾ തുറക്കും. സ്തോത്രം. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ കരഞ്ഞു മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, നിന്റെ കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാകണം. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ദൈവം എനിക്കൊരു വെളിപ്പാട് പ്രകാശിപ്പിച്ചു തന്നു. ആ വെളിപ്പാട് ഇതാണ്: നീ യുദ്ധം ചെയ്യണം. ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ നിനക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ ക്രൂശിലൂടെ ഞാൻ നിനക്കെല്ലാ നന്മകളും ഒരുക്കി വച്ചിട്ടുണ്ട്. പക്ഷെ ആ നന്മകൾ നിന്റെ കയ്യിൽ വന്നു ചേരണമെങ്കിൽ നീ യുദ്ധം ചെയ്യണം. സ്തോത്രം പറഞ്ഞാണ്ട് പ്രൈസ് ഗോഡ്. അന്ന് തൊട്ട് ഞാന് ഭൗതികമായി ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വചനമെടുത്ത് പ്രഖ്യാപിക്കാൻ തുടങ്ങി. സ്തോത്രം. ഒരു 20-30 വചനം തുടർമാനമായി ഞങ്ങൾ വീട്ടിനകത്ത് പറയാൻ തുടങ്ങി. 1-2 ദിവസമല്ല, ഒരു വർഷം ഞങ്ങളുടെ വീട്ടിൽ 20, 30, 40 വചനങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും പറഞ്ഞേ മുടക്കം വരത്തില്ല. യഹോവ എൻ്റെ ഇട്ടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. സ്തോത്രം. ഞാൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കും, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് സകലതും ധാരാളം അനുഭവിക്കാൻ നൽകുന്ന ദൈവത്തിൽ ആശ വെക്കണം, നന്മ ചെയ്യണം, സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യ മനസ്കരുമായി സാക്ഷാലുള്ള നിത്യജീവനെ പിടിച്ചുകൊള്ളുന്നവരും ആയിരിക്കണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അധ്വാനം കൊണ്ട് അതിനോട് കൂട്ടാൻ പറ്റത്തില്ല. ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിൽ ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ അരമനയ്ക്കകത്ത് സമൃദ്ധി വസിക്കും, സമൃദ്ധി വസിക്കും. ഞാൻ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. വയലിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. അവൻ എന്നെ വാലല്ല തലയാക്കും. സ്തോത്രം. നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, എനിക്ക് സകലതും ധാരാളം ദൈവം അനുഭവിക്കാൻ നൽകും. സ്തോത്രം. ഞങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുവാൻ, സകല കൃപയും പെരുക്കാൻ ദൈവം ശക്തനാണ്. ഈ വചനം പറഞ്ഞ് 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 ബന്ധനങ്ങളെ പൊട്ടിച്ചു, കൈകൾ അടിച്ച് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാണ്. തുറക്കും തുറക്കും തുറക്കും. നിന്റെ കുടുംബത്തിൽ ഈ വചനം എഴുതപ്പെട്ട ഈ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. നീ ഇത് ഉപയോഗിച്ച് യുദ്ധം ചെയ്താൽ മറഞ്ഞിരിക്കുന്ന മന്നകൾ നിനക്ക് വെളിപ്പെടും. എത്ര പേര് ആത്മാവിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുക. ഹല്ലേലൂയ. ഒരു വർഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊരു വിഷം കണ്ടു. എൻ്റെ പേഴ്സിന്റെ നിറം മാറുന്നേ. ആമേൻ. സ്തോത്രം. അന്ന് തൊട്ട് ഇന്ന് വരെ സാമ്പത്തിക മേഖലയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ഒന്ന് പോരാടാമോ? ഒന്ന് വചനം വെച്ച് യുദ്ധം ചെയ്യാമോ? കരച്ചിലിന് എന്നും കരച്ചിൽ കൊണ്ട് മുന്നേറാൻ പറ്റത്തില്ല. പണ്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് കുഞ്ഞ് കരയുമ്പോൾ അമ്മ പാല് കൊടുക്കും.
പക്ഷേ പ്രായപൂർത്തി എത്തുമ്പോൾ സ്തോത്രം കരച്ചിലല്ല വേണ്ടത്, വാർ ചെയ്യണം. നിന്റെ അവകാശത്തിന് വേണ്ടി നീ വചനം വെച്ച് പറയാൻ തുടങ്ങിയാൽ ആകാശത്തിന്റെ ഉറവകൾ നിനക്ക് വേണ്ടി തുറക്കും. എത്ര പേർ ദൈവത്തെ ഒന്ന് സ്തുതിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ ദൂത് ചിലരെ തൊടുന്നുണ്ട്, ചിലരെ തൊടുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, കണ്ണു തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ. ചില പുതിയ യുദ്ധതന്ത്രങ്ങൾ ദൈവം നിന്നെ പഠിപ്പിക്കുകയാണ്. ഏറ്റെടുത്ത ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. In the mighty name of Jesus.